നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ വെണ്ടയ്ക്കംപൊയിൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന പാറേക്കുടി മറ്റത്തിൽ ശ്രാമ്പിക്കൽ മാത്യു ചേട്ടനെയും കുടുംബത്തെയുമാണ്. ഈ വെണ്ടയ്ക്കംപൊയിൽ എന്നുള്ള സ്ഥലം കക്കാടംപൊയിൽ നിന്നും നിലമ്പൂരിന് പോകുന്ന വഴി 3 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് വെണ്ടയ്ക്കംപൊയിൽ എന്നുള്ള സ്ഥലം. ഇത് കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ ഒരു അതിർത്തി പ്രദേശമാണ്. അതുപോലെ തന്നെ വളരെയധികം ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലവുമാണ് ഈ കക്കാടംപൊയിൽ വെണ്ടയ്ക്കംപൊയിൽ സ്ഥലങ്ങൾ. ഈ സ്ഥലത്ത് താമസിക്കുന്ന മാത്യു ചേട്ടൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിലായ മിഖായേലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ മകനാണ് മനക്കണ്ടം ഐരാറ്റ് താമസിച്ചിരുന്ന ചാക്കോ. ചാക്കോയ്ക്ക് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ മൂന്നാമത്തെ മകനാണ് കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കുന്ന ചാക്കോ. ചാക്കോയുടെ 4 മക്കളിൽ രണ്ടാമത്തെ മകനാണ് മത്തൻചേട്ടൻ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന മാത്യു. മാത്യുവിനെയും കുടുംബത്തെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ചേട്ടന്റെ പേര് മാത്യു എന്നാണ്. എന്റെ പേര് മാത്യു. ചേട്ടൻ ഇപ്പൊ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? വെണ്ടയ്ക്കംപൊയിൽ എന്നാണ്. അതായത് കക്കാടംപൊയിൽ എന്നുള്ളൊരു സ്ഥലത്തിന് സമീപത്താണ് 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വെണ്ടയ്ക്കംപൊയിൽ എന്നുള്ള ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 55 വർഷത്തോളമായി. പിതാവായിട്ടാണോ ഈ സ്ഥലത്തേക്ക് വന്നത്? അതെ, പിതാവും ഞങ്ങൾ എല്ലാവരും കുടുംബം അടച്ച് ഈ സ്ഥലത്തേക്ക് വന്നു. ഏത് കാലത്താ വന്നത്? 1969 കാലഘട്ടത്തിലാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ചേട്ടന്റെ മാതാപിതാക്കന്മാരുടെ പേര്? അപ്പന്റെ പേര് ചാക്കോ. അപ്പന്റെ പേര് ചാക്കോ എന്നാണ്. വിളിക്കുന്ന കുഞ്ഞുഞ്ഞെന്ന് വിളിക്കും. കുഞ്ഞുഞ്ഞെന്നാണ് വിളിക്കുന്നത്. അമ്മയുടെ പേര് ത്രേസ്യ എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് കടനാട്. കടനാട്. വീട്ടുപേര്? കാവുംപുറത്ത്. കടനാട് കാവമ്പുറത്ത് കുടുംബാംഗമാണ്. അമ്മയുടെ പേര്? അമ്മയുടെ പേര് ത്രേസ്യ എന്നാണ്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷം. 30 വർഷമായി. ചേച്ചിയുടെ പേരെന്താണ്? മിനി എന്നാണ്. ചേച്ചിയുടെ വീട് പുഷ്പഗിരി എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? പ്ലാക്കിയിൽ നിന്നാണ് വീട്ടുപേര്. ഈ പുഷ്പഗിരി എന്നുള്ള സ്ഥലം അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂമ്പാറ എന്ന സ്ഥലത്തിനടുത്താണ് പുഷ്പഗിരി. പുഷ്പഗിരി ഇടവകയായിരുന്നു അല്ലെ? അപ്പൊ അവിടെ മാതാപിതാക്കന്മാരുടെ പേര്? അമ്മ ത്രേസ്യ, അപ്പൻ മൈക്കിൾ, ത്രേസ്യ. അമ്മയുടെ വീട് എവിടെയായിരുന്നു? അവിടെ അടുത്ത് തന്നെ, ആനിയോട് എന്നുള്ള സ്ഥലത്താണ് അമ്മയുടെ വീട്. വീട്ടുപേര്? പുത്തൂർ എന്നാണ് വീട്ടുപേര്. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? 2 മക്കളാണുള്ളത്. അതിൽ നമ്മോടൊപ്പം ഉള്ളത് മൂത്ത മകനാണ്. മകന്റെ പേര് പയസ് എന്നാണ്. പയസ് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുകയാണ്. ടീച്ചിങ് ഫീൽഡിലാണ് ഇപ്പോൾ. എവിടെയാണ് പഠിപ്പിക്കുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ എന്ത് പഠിച്ചിട്ടാണ് ഈ ഡിഗ്രി? BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇപ്പൊ ആന്ധ്രാപ്രദേശില് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പയസിന് ഒരു സഹോദരൻ കൂടി ഉണ്ട് അല്ലെ? ഇളയ സഹോദരനാണ്. സഹോദരൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവൻ നഴ്സിംഗ് പഠിക്കുകയാണ്. ബാംഗ്ലൂരാണ് നഴ്സിംഗ് പഠിക്കുന്നത്. മാത്യു ചേട്ടന്റെ നാട്ടിൽ അറിയപ്പെടുന്ന വേറെ എന്തെങ്കിലും പേരിലാണോ? എന്നെ സാധാരണ മത്തൻചേട്ടൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. മത്തൻചേട്ടൻ എന്നാണ് അങ്ങനെയും നാട്ടുകാര് വിളിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരെ നിലവിൽ ജീവിച്ചിട്ടുണ്ടോ? ഇല്ല, അവരൊക്കെ മരിച്ചുപോയി. എത്ര കാലമായി മരിച്ചിട്ട്? അപ്പം മരിച്ചിട്ട് 28 വർഷം. അപ്പൻ മരിച്ചിട്ട് 28 വർഷമായി. അമ്മ മരിച്ചിട്ട് 2015-ലാണ് അമ്മ മരിക്കുന്നത്. അവരുടെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അവരെ അടക്കം ചെയ്തിരിക്കുന്നത് കക്കാടംപൊയിലാണ്. കക്കാടംപൊയില് പള്ളി അവിടെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഇടവക അവിടെയായിരുന്നു. അവിടെ തന്നെയാണ് അവരെ അടക്കം ചെയ്തിരിക്കുന്നത്. വെണ്ടയ്ക്കംപൊയില് പുതിയ ഇടവകയിലേക്ക് വന്നതാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 4 മക്കൾ. 4 മക്കളാണ്. അതിനകത്ത് മൂത്തയാള് ജെയിംസ്. അവരെവിടെയാണ് താമസിക്കുന്നത്? അവര് പുള്ളി മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയി. മക്കള് 2 രണ്ടാളാണുള്ളത്. ഒരു ആണും ഒരു പെണ്ണും. ഒരാണും ഒരു പെണ്ണും. മൂത്തവൻ ആണാണ്. അവനവിടെ തിരുവമ്പാടിയിലാണ്
മൂത്ത മകനാണ്. മകൻ തിരുവമ്പാടിയിലാണ് താമസിക്കുന്നത്. മൂത്ത മകന്റെ പേര് ജിജോ. ജിജോ എന്നാണ്. അടുത്തയാള് ആ ജിജോയുടെ സിസ്റ്റർ. ജിജോയുടെ ഒരു സഹോദരിയുണ്ട്. സഹോദരി സിസ്റ്ററാണ്. സിസ്റ്ററാണ്. ആ. സിസ്റ്ററിന്റെ പേര്? സിസ്റ്ററിന്റെ പേര് ജിഷ. സിസ്റ്റർ ജിഷ എന്നാണ്. സിസ്റ്റർ ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്? അത് SKD എന്നുള്ള സഭയ്ക്ക്, ക്രിസ്തുദാസി എന്നുള്ള സഭയ്ക്ക് വേണ്ടിയിട്ടാണ് സേവനം ചെയ്യുന്നത്. എവിടെയാണ് ഇപ്പം സേവനം ചെയ്യുന്നത് അറിയാവോ? മാനന്തവാടിയിലാണ് സേവനം ചെയ്യുന്നത്. ഇവരുടെയൊക്കെ അമ്മയുടെ പേരെന്താണ്? അവരുടെ അമ്മയുടെ പേര് തങ്കമ്മ. തങ്കമ്മയും ജീവിച്ചിരിക്കില്ല അല്ലെ? മരിച്ചുപോയി. തങ്കമ്മയുടെ വീട്ടുപേര് മൂഴിക്കുഴിയിൽ നിന്നാണ്. സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം വെണ്ടയ്ക്കുംപോയിൽ തന്നെയായിരുന്നു അവരുടെ സ്ഥലം. ജെയിംസിന്റെ ഇളയതാരാണ്? ജെയിംസിന്റെ ഇളയത് ഞാനാണ്. മധുചേട്ടൻ തന്നെയാണ് ജെയിംസിന്റെ ഇളയാള്. മധുചേട്ടന്റെ ഇളയതാരാണ്? എന്റെ ഇളയത് മേഴ്സി. മേഴ്സിയെ വിവാഹം ചെയ്തിരിക്കുന്നത് അത് പുല്ലുരാമ്പാറ നരിക്കുഴിയിൽ നിന്നാണ്. പുല്ലുരാമ്പാറ നരിക്കുഴിയിൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര്? തങ്കച്ചെന്ന് വിളിക്കുന്നത് ആന്റണി എന്നാണ് പേര്. ആന്റണി എന്നാണ് പേര്. തങ്കച്ചെന്നാണ് അവരെ വിളിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ആൺപിള്ളേര്. 2 ആൺപിള്ളേരാണ് ഉള്ളത്. അവരുടെ പേര്? മൂത്തവൻ അനൂപ്, രണ്ടാമത്തവൻ അരുൺ. അങ്ങനെ 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത്? അതിന്റെ ഇളയത് ജോസ്. എവിടെയാ താമസിക്കുന്നത്? അവൻ കൂടരഞ്ഞിയിലാണ് അവര് താമസിക്കുന്നത്. ജോസിന്റെ ഭാര്യയുടെ പേര്? ജിസോ എന്നാണ്. ജിസോയുടെ വീട് എവിടെയാ? ജിസോയുടെ വീട് കൂരാച്ചുണ്ടിലാണ്. വീട്ടുപേര് കാരക്കാട്ട്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 2 കുട്ടികളാണ്. കുട്ടികളുടെ പേര്? മൂത്തത് ജിറ്റോ, ഏഞ്ചൽ. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സഹോദരങ്ങളുടെ വിവരങ്ങൾ. ഇനി മിനി ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം. മാതാപിതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൻ മരിച്ചുപോയതാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 4 മക്കളാണ് ഉള്ളത്. എത്രയാണ്? എത്ര പെണ്ണുണ്ട്? ഒരാണും 3 പെണ്ണും. അതിൽ ഏറ്റവും മൂത്തത് ആരാണ്? മിനി ചേച്ചി തന്നെയാണ് ഏറ്റവും മൂത്തയാള്. മിനി ചേച്ചിയുടെ ഇളയതാരാണ്? ബിജു എവിടെയാ താമസിക്കുന്നത്? കുമ്പാറ പുഷ്പഗിരിയിലാണ് താമസിക്കുന്നത്. ബിജുവിന്റെ ഭാര്യയുടെ പേര്? ജാൻസി. ജാൻസിയുടെ വീട് എവിടെയാ? പൂവാർന്തോട്. കുന്നുംപുറത്തെന്നാണ് വീട്ടുപേര്. പൂവാർന്തോട് എന്നുള്ള സ്ഥലത്താണ് അവരുടെ വീട്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണുള്ളത്. ആണും 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ള ആള് ഷൈനിയെ എവിടേക്കാ? കക്കാടംപോയിൽ എന്ന സ്ഥലത്തേക്കാണ്. വീട്ടുപേര്? കൊട്ടാരത്തിൽ. ഭർത്താവിന്റെ പേര്? ജോജോ. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണുള്ളത്. അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. ഏറ്റവും ഇളയ സഹോദരി ഷീജ എന്നാണ്. ഷീജയുടെ വീട് എവിടെയാണ്? കോടഞ്ചേരി എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര്? വടശ്ശേരിയിൽ നിന്നാണ്. ഭർത്താവിന്റെ പേര്? സോണി. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് അവർക്കുള്ളത്. ഇനി പൈസിന്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് വരാം. പൈസിന്റെ അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ഞാൻ ഇവിടെ കക്കാടംപോയിൽ ഒരു ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ് ആദ്യം. കക്കാട് ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ് ആദ്യം പഠിച്ചിരുന്നത്. എത്രാം ക്ലാസ് വരെ അവിടെ പഠിച്ചു? അവിടെ 4 വരെ പഠിച്ചു. പിന്നെ 5 തിരുവമ്പാടി ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ്. 5 മുതൽ, അതായത് കക്കാടംപോയിൽ അന്ന് LP സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് 5ാം ക്ലാസ് മുതൽ തിരുവമ്പാടിയിലാണ്. 5ാം ക്ലാസ് മാത്രം തിരുവമ്പാടിയിൽ പഠിച്ചു. ശേഷം ജവഹർ നവോദയ വിദ്യാലയ പാലയാട് നട വടകര പാലിയാട് നടയിലുള്ള ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് 6ാം ക്ലാസ് മുതൽ തുടർന്നുള്ള വിദ്യാഭ്യാസം നടത്തിയത്. അവിടുന്ന് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നവോദയ വിദ്യാർത്ഥിയാണ്. തുടർന്ന് അതിനുശേഷം ഞാൻ തിരുവമ്പാടി അൽഫോൻസ കോളേജിൽ നിന്ന് BA ഇംഗ്ലീഷ് പാസ്സായി. തുടർന്ന് ജോലിയിലേക്ക് പ്രവേശിച്ചു. തുടർന്നും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൈസിന് കലാപരമായിട്ട് എന്തൊക്കെ പ്രത്യേകിച്ച് കഴിവുകളൊക്കെ ഉണ്ടോ? ചെറുതായിട്ട് വരയ്ക്കും. പടങ്ങളൊക്കെ വരയ്ക്കുന്ന ആളാണ്. ഫോട്ടോകളൊക്കെ വരയ്ക്കാൻ സാധിക്കും. ഫോട്ടോകളൊക്കെ വരയ്ക്കാൻ അത്യാവശ്യം ഫോട്ടോ നന്നായിട്ടൊക്കെ വരയ്ക്കുന്ന ഒരു ആളും കൂടിയാണ് പൈസ്. സഹോദരന്റെ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയായിരുന്നു? ടിൻസിന്റെ? അവൻ
കക്കാടംപൊയിൽ ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ് ആദ്യം പഠിച്ചത്. കക്കാട് ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ് LP സ്കൂൾ പഠിച്ചത്. അതിനുശേഷം സെന്റ് മേരീസ് സ്കൂളിൽ പഠിച്ചു. അവിടെ തന്നെ കക്കാടംപൊയിൽ സെന്റ് മേരീസ് സ്കൂളിൽ തുടർന്ന് എത്രാം ക്ലാസ് വരെ പഠിച്ചു? അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് വരെ അവിടെ തുടർന്ന് പഠിച്ചു. തുടർന്ന് അതിനുശേഷം ഹയർ സെക്കൻഡറി ഫാത്തിമ ബി മെമ്മോറിയൽ സ്കൂൾ പൂമ്പാറയിലുള്ള ഫാത്തിമ ബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫസ്റ്റ് പഠിച്ചത്. അതിനുശേഷം അവൻ ITI ഒരു കോഴ്സ് ചെയ്തു. ITI ഒരു കോഴ്സ് ചെയ്തു. ട്രേഡ് ഏതാണ്? ട്രേഡ് മെക്കാനിക്കൽ. അതിന് തുടർന്ന് അതിനുശേഷം അവൻ നഴ്സിംഗിന് പോയി. അതിനുശേഷമാണ് ITI പഠനത്തിന് ശേഷമാണ് നഴ്സിംഗിന് പോയി. ഫസ്റ്റ് ഇയർ ഇപ്പം കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മാത്തിച്ചേട്ടന്റെ പിതാവിന്റെ പേര് കുഞ്ഞുന്നാണ്, ചാക്കോ എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള പേര്. അവരെത്ര മക്കളുണ്ടായിരുന്നു? അവര് മൊത്തം 9 പേര്. 9 മക്കളായിരുന്നു. എത്രയാണ്? എത്ര പെണ്ണും ഉണ്ടായിരുന്നു? അവര് 5 പെണ്ണും 4 ആണും. 5 പെണ്ണും 4 ആണും. അതിനകത്ത് അവരുടെ പേരൊന്ന് പറയാമോ? ഏറ്റവും മൂത്തതാരായിരുന്നു? മൂത്തത് കൊച്ചേട്ടനാണ്. കൊച്ചേട്ടനാണെന്ന്. അവരെവിടെ താമസിച്ചിരുന്നത്? അവര് തളിപ്പറമ്പ് ഉദയഗിരി. തളിപ്പറമ്പ് ഉദയഗിരിയിലാണ് താമസിച്ചിരുന്നത്. രണ്ടാമത്തെ ആള് കുഞ്ഞേപ്പ്. അവര് കൂടരഞ്ഞിയിലാണ് താമസിച്ചിരുന്നത്. മൂന്നാമത്തെ എന്റെ അപ്പനാണ്. ചാക്കോ എന്ന പേരുള്ള ആള് അപ്പനാണ്. നാലാമത്തെ ആള് ദേവസ്യ. കുഞ്ഞുട്ടി എന്നാണ് വിളിക്കുന്നത്. അവരെവിടെ താമസിക്കുന്നത്? അവര് കുടിയന്മലയാണ് അവര് താമസിക്കുന്നത്. ഇനി സഹോദരിമാരുണ്ടായിരുന്നു അല്ലേ? അപ്പന് 5 സഹോദരിമാരുണ്ടായിരുന്നു. അവരുടെ പേര്? മൂത്തത് ഏലി ചക്കാലയിലാണ് വിവാഹം ചെയ്തത്. രണ്ടാമത്തേത് അന്ന മൂക്കൻതോട്ടത്തിലാണ്. മൂന്നാമത്തെ ത്രേസ്യ വടക്കം വീട്ടിലാണ്. നാലാമത്തെ മറിയം കല്യാണം കഴിച്ചിട്ടില്ല. അഞ്ചാമത്തെ ബ്രിജിത്ത് അവരും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പിതാവിന്റെ 2 സഹോദരന്മാരെ അവിവാഹിതരായിരുന്നു. ബാക്കി 3 സഹോദരന്മാരെ വിവാഹം ചെയ്ത് വിട്ടു. അവര് മൊത്തം 9 മക്കളായിരുന്നു. മത്തഞ്ചേട്ടന്റെ ഇടവക ഏതാണ്? വെണ്ടയ്ക്കമ്പോയിലാണ്. പള്ളിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഉണ്ട്? പള്ളിയായിട്ട് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതലേ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പള്ളി കൈക്കാരനായിരുന്നിട്ടുണ്ടോ? കൈകാരനായിട്ടുണ്ട്. പല പ്രാവശ്യം പലതവണ കൈക്കാരനായിട്ടുണ്ട്. പള്ളി കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. പലതവണ ആയിട്ടുണ്ട്. എന്തെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? സംഘടനാ പ്രവർത്തനങ്ങൾ അങ്ങനെ അധികമൊന്നുമില്ല. ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ചേച്ചിക്കോ? ഞാൻ കമ്മിറ്റിക്കാരിയായിരുന്നു. പാരിഷ് കൗൺസിൽ മെമ്പർ ആയിരുന്നു 4 കൊല്ലം. 4 കൊല്ലക്കാലത്തോളം. വേറെ മാതൃസംഘത്തിലുണ്ടായിരുന്നു. മോന് പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മിഷൻ ലീഗിലും KCBയിലൊക്കെ എന്തെങ്കിലും ഭാരവാഹിത്വം ഉണ്ടായിരുന്നു? ആരായിട്ടായിരുന്നു? KCBയിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിരുന്നു. മിഷൻ ലീഗിലും പ്രസിഡന്റ് ആയിരുന്നു. ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. പിന്നെ വേദോളം പഠിപ്പിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കമ്പോയിൽ ഇടവക ഏത് ആട്ടനാമത്തിലുള്ള പള്ളിയാണ്? അതായത് ഇൻഫന്റ് ജീസസ് ചർച്ചാണ് വെണ്ടയ്ക്കമ്പോയിൽ. കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.